ഈ ആനകൾ ഇപ്പോൾ എല്ലായിടത്തും അതാ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് പടയപ്പ വീണ്ടും വന്ന് വരട്ടുന്നു എന്ന കഥ കേട്ടത്. കബാലി, പടയപ്പ, അങ്ങനെ ഒരുപാട് പേരുകളായി. പക്ഷെ ഒരു ഗ്രാമം മൊത്തം പേടിയിലാണ്. അങ്ങനെ ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോണൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പാലമാട് 1-ാം പടിയിലെ ജനങ്ങൾ ഭീതിയിലാണ്. ഏത് നിമിഷവും മുന്നിൽ വില്ലനായി കാട്ടാനയെത്തും. ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ്. അധികാരികളോട് പരാതി പറയുന്നുണ്ടെങ്കിലും നടപടിയും എടുക്കുന്നില്ല. അതാണ് പ്രദേശവാസികളുടെ ഏറ്റവും വലിയ പരാതി. ഇരുട്ട് മൂടിയാൽ പിന്നെ 1-ാം പടിയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ഓരോ വഴിയിലും മരണത്തിന്റെ രൂപത്തിൽ കാട്ടാന പതുങ്ങിയിരിപ്പുണ്ടാകും. വഴിക്കടവ് 1-ാം പടിയിലാണ് കാട്ടാനകൾ കൂട്ടമായി എത്തി ആക്രമണം നടത്തിയത്. കൃഷിയിടങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. വർഷങ്ങളായി ഞാനിവിടെ താമസിക്കലുണ്ട്, ഒരു 38-40 വർഷത്തോളമായി. പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരു കൂട്ട ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് ഇത്തരം ഭീകരമായ രൂപത്തിൽ ഞങ്ങൾക്കാർക്കും അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഒറ്റമായിട്ടൊരു 3-4 ആന അങ്ങനെ വരും. പിന്നെ ആന ഒറ്റയ്ക്ക് ഒരു ഒറ്റാനയുണ്ട്. ആ ഒറ്റാനയാണ് ഭയങ്കര ഡേഞ്ചറാണ്. വെയിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാണ് ഫെൻസ്, ഇവരെ ഫോറസ്റ്റുകാരുടെ ഫെൻസിൻ്റെ കാലിൽ ചവിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഹാങ്ങിങ് ഫെൻസ് വേണം, എന്നെങ്കിൽ ആനേൻ്റെ ശല്യം തീരുള്ളൂ. അല്ലാതെ ഈ ആനയ്ക്ക് ഈ ഇപ്പം നിലവിലുള്ള ഫെൻസ് അതിന് പേടിയില്ല. അതേപോലെ തന്നെ ആന ആളുകളെ ഉപദ്രവിക്കുന്ന ആനയാണ്. പടക്കം പൊട്ടിച്ചാലൊക്കെ അടുത്തേക്ക് വരും, ലൈറ്റ് അടിച്ചാൽ ലൈറ്റമ്മ കൂടി വരും. ഡേഞ്ചർ ആനയാണ്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പേടിയാണ്. അടുത്ത കാലത്താണ് ഇത്രയേറെ ഒരു രൂക്ഷമായ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുൻപൊക്കെ വല്ലപ്പോഴും വന്ന് കയറി പോകുന്ന 1-2 കവുങ്ങൊക്കെ തള്ളിയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്രമേൽ ഭീകരമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അധികാരികൾക്ക് മുമ്പിൽ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DFOയ്ക്ക് നേരിട്ട് പരാതി നൽകുകയുണ്ടായിട്ടുണ്ട്. ആ പരാതിയിൽ നമ്മൾ ഇവിടെ ഒരു വീടിൻ്റെ മുന്നിൽ വന്ന് ചക്ക പറിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അന്നൊന്നും ഈ പ്രദേശത്തേക്ക് ആന കടന്നിരുന്നില്ല. പക്ഷേ DFO നേരിട്ട് വരികയും ഈ സ്ഥിതി വിലയിരുത്തുകയും അതുപോലെ തന്നെ ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ കാര്യം ഞങ്ങൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. മരണം മുന്നിൽ കണ്ടാണ് ഈ പ്രദേശത്തെ ഓരോരുത്തരും ജീവിക്കുന്നത്. 100 മീറ്റർ അപ്പുറം വീടിന് തൊട്ടടുത്ത് വരെ ആന എത്തി. ഇനിയെങ്കിലും അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. കൃഷ്ണകുമാറിനൊപ്പം ഈ സോണകൃഷ്ണൻ, ജനം, മലപ്പുറം.